നമസ്കാരം ഇത് വെഡ്ഡിങ് മാട്രിമോണിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ച് ലീഡുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നമ്മൾക്കിന്ന് 70 സമുദായത്തിൽ നിന്നാണ് ഇഷ്ടംപോലെ വന്നിരിക്കുന്നത് കൂടുതലായിട്ടും. പിന്നെ അതുപോലെ SC/ST വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുന്നതുകൊണ്ട് കുറേ ലേഡീസുകളുടെ വരവ് കമ്മിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടമാനം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് മാട്രിമോണിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നും പറയുന്നില്ല. പക്ഷേ അതിലൊന്നും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എത്ര നമ്മൾ മാട്രിമോണി സൈറ്റുകളിൽ മാറി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാലും കുറേയൊക്കെ ഫേക്കായിട്ട് അപൂർവം ചിലത് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ലതായിട്ട് വരുള്ളൂ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യും. ഏകദേശം ഞാൻ പറയുന്നത് 35 വയസ്സിന് മേലെയുള്ളവരൊക്കെ നമ്മൾ വിളിച്ചാൽ മതി എന്ന് പറയാൻ കാരണം എന്താണ്, ചെറിയ വയസ്സിലുള്ള പിള്ളേരൊന്നും അധികം ഉണ്ടാവില്ല, പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നെ ഈ 35 എബോവ് ഏജിലുള്ളവർ മാത്രമേ എന്തുള്ളൂ ഫേക്ക് ഐഡികൾ കണ്ടമാനം നേടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മാട്രിമോണിയിൽ വിളിക്കുക. ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കമ്മിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് വിളിക്കാം. അപ്പോൾ ലേഡീസിൻ്റെ ഭാഗത്ത് ഞാൻ എങ്ങനെയാണ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ബ്രോക്കേഴ്സ് ഉള്ളത് അവൻ്റെ കെയർ ഓഫിൽ നിന്നാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് ഡയറക്റ്റായി വിളിക്കാം. പിന്നെ വളഞ്ഞ് ചുറ്റി നമ്മുടെ അടുത്ത് വരണ്ട. കാരണം വെച്ചാൽ ഒത്തിരി ബ്രോക്കേഴ്സ് മൂല്യമാണ്. നമ്മുടെ അടുത്ത് പല ആളുകളും വന്ന് എന്നെ പരിചയമുള്ളവർ തന്നെ നേരിട്ട് വരാറുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഈ കാണുന്ന നമ്പർ വിളിച്ചിട്ട് നമുക്ക് ഡയറക്റ്റായി വിളിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഓരോരുത്തർ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്, ഏതൊക്കെ രീതിയിലാണ് എടുക്കുകയെന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വെൽഡിങ്ങിൽ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൽ ഉൾപ്പെടുത്തി കൂടുതൽ അതിനകത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടമാനം വിളിക്കാം. ഡൈവേഴ്സ് കേസാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ വിളിച്ചോളും. കുറേ ആൾ അധികം വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ എപ്പോഴും പറയുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റിയ താല്പര്യമുള്ളവർ വിളിക്കാം. പിന്നെ എല്ലാവർക്കും തമിഴ്നാട്ടിലത്തെ കുട്ടികൾ സെറ്റാവുന്നില്ല, അതും ഞാൻ പറയാം. കാരണം നിങ്ങളെ കേരളത്തിലെ പിള്ളേരെ കാണിച്ചിട്ടും അവർക്കും ഇഷ്ടപ്പെടേണ്ട, പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇഷ്ടപ്പെട്ടാലല്ലേ ഞങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ജോലിയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. അതാണ് മെയിനായി നോക്കുന്നത്.